ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മദേഴ്സ് ഡേയുടെ അടുത്ത ഗിഫ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നൊരു കസ്റ്റമർ അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചേട്ടനാണ് എനിക്ക് തന്നത്. അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഒരു 3 പീസ് സെറ്റാണ്. ഇത് കോട്ടൺ കുർത്തീസാണ് ചോദിച്ചത് എൻ്റെ അടുത്ത്. അപ്പം കോട്ടൺ കുർത്തയുടെ 3 പീസ് സെറ്റാണ്. അപ്പോൾ നല്ല എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു കളറാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡ് കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല ത്രെഡ് വർക്ക് വന്നിട്ട് നെക്കിൻ്റെ അവിടെ നല്ല ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു കുർത്തയാണ്. അതിന് ഷോളൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ, നല്ല സോഫ്റ്റ് കോട്ടനാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു ബോഡി പെർഫ്യൂം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബെല്ല വിറ്റയുടെ പെർഫ്യൂമാണ് എടുത്തത്. അപ്പോൾ ഒരു 3 പീസ് സെറ്റ്, ഒരു പെർഫ്യൂം, ഒരു ഹെയർ ക്ലിപ്പ്, അത്യാവശ്യം നല്ല ഹെയർ ഉള്ള ആളാണ്. അപ്പോൾ ഒരു ഹെയർ ക്ലിപ്പ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ക്ലിപ്പ് ഉണ്ട്. പിന്നെ ഒരു കമ്മൽ, നല്ല ഭംഗിയുള്ള കമ്മൽ വേണമെന്നത്. അപ്പോൾ സ്റ്റെഡാണ് വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് കാണിച്ചു കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടൊരു മാങ്ങയുടെ ഡിസൈനിൽ വരുന്നതാണ്. അപ്പോൾ കുർത്തയ്ക്ക് സെറ്റായിട്ടുള്ളത് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു മാങ്ങ ഡിസൈനിൽ വരുന്ന ഒരു കമ്മൽ, പിന്നെ ഒരു ഒരു ബാങ്കിളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സിമ്പിൾ ബാങ്കിളാണ്, ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ബാങ്കിൾ. പിന്നെ അതുപോലെ തന്നെ ഒരു കരിമണിയുടെ മാല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് കരിമണി മാല ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് ഒരു കരിമണി മാല സിമ്പിളായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതാക്കി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് പൊട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുങ്കുമമാണ്, ലിക്വിഡ് കുങ്കുമമായിട്ട്. അപ്പോൾ ശിങ്കാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ശിങ്കാറൊന്നും ഇപ്പോൾ എവിടെ നിന്ന് അടുത്തുനിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സംഘം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെയാണ്. പക്ഷെ അത്യാവശ്യം നല്ലൊരു കുങ്കുമം, ലിക്വിഡ് കുങ്കുമമാണത്. അപ്പോൾ അതും അപ്പോൾ ഇത്ര ഐറ്റംസാണ് അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1000 റുപ്പീസിനുള്ളിൽ നിൽക്കുന്ന എല്ലാം കൂടി 1000 റുപ്പീസിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് പാക്കിങ്ങിലേക്ക് പോകാമല്ലോ. അപ്പോൾ ജസ്റ്റ് എനിക്ക് ആക്ച്വലി ഇങ്ങനെയുള്ള പാക്കിങ്ങിൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കുന്നതിനോട് അറിയില്ല. മെയിനായിട്ട് വീഡിയോ എടുത്ത് റെഡിയാക്കാനൊന്നും എനിക്ക് ഇത്ര വശമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ പാക്കിങ് തന്നെ അല്ലെങ്കിൽ വീഡിയോ തന്നെ, ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് എനിക്ക് സെറ്റ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതിന് ഒരുപാട് മിസ്റ്റേക്കുകൾ വരാറുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം കുർത്തി സെറ്റ് ഒരു കവറിനകത്തൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ ഇപ്രാവശ്യം കുറച്ച് വിഷസ് കാർഡുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മദേഴ്സ് ഡേയുടെയൊക്കെ വിഷസ് കാർഡുകൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോസിനകത്ത് എല്ലാം അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഞാൻ ഒറ്റ വീഡിയോയിൽ പോലും ഈ വിഷസ് കാർഡ് വെച്ചിട്ടില്ല എന്നുള്ളവർ ഓർത്തത്. അത് പാക്ക് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ ഞാനത് പാക്കിങ്ങിലെല്ലാം മറന്നുപോയി. പക്ഷേ ഈ ഗിഫ്റ്റ് ഓൾറെഡി പാക്ക് ചെയ്തതിന് പിന്നെ അത് പൊളിക്കാൻ എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാനത് അതിൻ്റെ മുകളിലാണ് കൊടുക്കാൻ നേരത്തെ അതിൻ്റെ മുകളിൽ പൊട്ടിച്ച് കൊടുക്കുകയത്. ആക്ച്വലി ഇത് സാറ്റർഡേ ആണ് ഞാനത് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് കൊടുക്കുന്നത്. ഇന്നിപ്പം ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഒട്ടിച്ചിട്ട് അവർ കൊടുക്കുക ചെയ്ത്. പിന്നെ അതെല്ലാം ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി പോകുന്ന വീഡിയോസിനകത്ത് അതൊക്കെ ഇങ്ങോട്ട് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പാക്കിങ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളയും മാലയൊക്കെ നമുക്കൊരു പൗച്ചിനകത്തേക്ക് തന്നെ പാക്ക് ചെയ്യാം. ഓൾറെഡി ഇത് ബോക്സിനകത്ത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പൗച്ചിനകത്തേക്ക് മാലയും വളയൊക്കെ പാക്ക് ചെയ്തു. കമ്മലിൽ സെപ്പറേറ്റ് ബോക്സ് എടുത്തു. അപ്പോൾ എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നല്ല മഴയാണ്. മഴ കാരണം അത് അധികം ഭയങ്കര വോയിസ് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര മഴ കാരണം എനിക്ക് ശരിക്കും ഇതായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വകയായിട്ട് ചെറിയൊരു ബൊക്കെ, ഒരു മിനി ബൊക്കറ്റും കൂടെ ഞാൻ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.